ബാങ്കിൽ സ്വർണം പണയം വെച്ചവരുടെ ശ്രദ്ധയ്ക്ക് ഒക്ടോബർ 1 മുതൽ സ്വർണ്ണപ്പണയ ചട്ടങ്ങൾ റിസർവ് ബാങ്ക് കർശനമാക്കിയിട്ടുണ്ട്. സ്വർണം ഈടുവെച്ച് വായ്പ എടുക്കുന്നതിലും തിരിച്ചടയ്ക്കുന്നതിലും വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒക്ടോബർ 1 മുതൽ സ്വർണം വാങ്ങുന്നതിന് ഇനി സ്വർണ്ണ വായ്പ ലഭിക്കില്ല. ആഭരണങ്ങൾ, കോയിൻ, ETF എന്നിവ അടക്കം വാങ്ങുന്നതിന് ഈ ചട്ടം ബാധകമാണ്. കൂടാതെ ശുദ്ധീകരിക്കാത്ത അസംസ്കൃത സ്വർണത്തിനും വെള്ളിക്കും ഇനി വായ്പ ലഭിക്കില്ല. എന്നാൽ സ്വർണം, വെള്ളി എന്നിവ ഉപയോഗിച്ച് ആഭരണങ്ങൾ നിർമ്മിക്കുന്നവർക്ക് പ്രവർത്തന മൂലധനമായി വായ്പ ലഭിക്കും. ഇത്തരത്തിലുള്ള ഗോൾഡ് മെറ്റൽ ലോണുകൾ 270 ദിവസം വരെയാണ് ലഭിക്കുന്നത്. ചെറു പട്ടണങ്ങളിലെ അർബൻ സഹകരണ ബാങ്കുകൾക്ക് സ്വർണ്ണപ്പണയം അനുവദിക്കുന്നതിനുള്ള അനുമതിയും RBI നൽകിയിട്ടുണ്ട്. കൂടാതെ അടുത്ത ഘട്ടമായി 2026 ഏപ്രിൽ 1 മുതൽ മറ്റു ചില നിബന്ധനകളും RBI നിർദ്ദേശിച്ചിട്ടുണ്ട്. 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് സ്വർണ്ണവിലയുടെ 85% വരെ ഇനി വായ്പ ലഭിക്കും. 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ സ്വർണ്ണ മൂല്യത്തിന്റെ 80% വരെയാണ് വായ്പ. ഇതിനു മുകളിലാണെങ്കിൽ 75% വരെയും അനുവദിക്കും. പലിശ മാത്രം അടച്ച് വായ്പ പുതുക്കി വയ്ക്കാനും ഇനി മുതൽ കഴിയില്ല. അതായത് 12 മാസം കഴിഞ്ഞാൽ പലിശയും മുതലും മുഴുവനായും തിരിച്ചടക്കേണ്ടി വരും. ഈ മാറ്റം 2026 ഏപ്രിൽ 1 മുതലാണെന്നും ഓർക്കണം. പണയത്തുക തിരിച്ചടച്ചാൽ അന്നേ ദിവസമോ 7 പ്രവൃത്തി ദിവസത്തിനുള്ളിലോ പണയം വെച്ച സ്വർണം തിരികെ നൽകണമെന്നും ചട്ടങ്ങൾ പറയുന്നു. തിരിച്ചടവ് മുടങ്ങിയാൽ സ്വർണം ലേലം ചെയ്യുന്നതിന് മുമ്പ് ഉപയോക്താവിനെ ചട്ടപ്രകാരം അറിയിക്കണമെന്നും നിർദ്ദേശങ്ങൾ പറയുന്നു.